comment and subscribe. ഹലോ, എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 8ാം ക്ലാസ്സുകാരുടെ സയൻസ് ചാപ്റ്ററാണ്, ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾക്ക് തന്നിട്ടുള്ളത് ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഒരു ക്ലാസ്സിലൊരു ലീഡർ ഇങ്ങനെ ടീച്ചർ വരുന്ന നോക്കി നിൽക്കുന്നു. അപ്പോൾ ടീച്ചർ വരുന്നു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ മൈക്രോസ്കോപ്പ് കയ്യിൽ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ കുട്ടികളോട് മൈക്രോസ്കോപ്പ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. ഇനി അതിൻ്റെ അടിയിൽ നിങ്ങൾ സെക്കൻഡ് പേജിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടുകൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അത് ഞാൻ സൈഡിൽ കൊടുക്കും. അപ്പോൾ മോൾ ഭാഗത്തുള്ള ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് ഐ പീസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണ് വെച്ച് നോക്കൂലേ, ആ കണ്ണ് വെക്കുന്ന ഭാഗം ഐ പീസ്. ഓക്കെ. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്താണ്, അതിൻ്റെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇതുണ്ടായിരിക്കും. അതാണ് നോബ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ ലെൻസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലെൻസുകളാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിലുള്ള ഈ ബ്ലാക്ക് കളറിലുള്ള ഒരു ഇത് മീൻസ് നമ്മൾ ഈ സ്റ്റെയിൻ ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിലുള്ള പോർഷൻ കണ്ടൻസർ, പിന്നെ അതിൻ്റെ അടിയിൽ മിറർ. അത് നമ്മൾ എന്താ പറയുക, ഞാൻ സൈഡിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാർക്കിംഗ് പഠിക്കണം എന്തൊക്കെയാണ് ആ ഭാഗം എന്നുള്ളത്. പിന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താ, ആ ഒരു ബോക്സിൽ അവിടെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ മൈക്രോസ്കോപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മൈക്രോസ്കോപ്പിൽ 2 ടൈപ്പ് ഓഫ് മിറേഴ്സ് ഉണ്ട്. അത് 2 മിറർ എന്ന് പറയുന്നത് പ്ലെയിൻ മിററുണ്ട്, ഒന്ന് കോൺകേവ് മിററും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പ്ലെയിൻ മിറർ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പ്ലെയിൻ മിറർ. കോൺകേവ് മിറർ എന്ന് പറയുന്നത് എന്താണ്, അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ലൈറ്റിനെ, ആർട്ടിഫിഷ്യൽ സൂര്യപ്രകാശം അല്ലാതെ വേറെ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്, ഈ കോൺകേവ് മിറർ. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഓഫ് ലൈറ്റ് മിറേഴ്സാണ് ഇതിലുള്ളത്, നമ്മുടെ മൈക്രോസ്കോപ്പിലുള്ളതെന്ന് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് അതിൻ്റെ അടിയിലൊരു ലൈന് ഡയഫ്രം, പാർട്ട് ഓഫ് കണ്ടൻസറിൻ്റെ ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു, ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് കാഠിന്യം എന്ന് പറയും. ഭയങ്കര ഇത് ഹൈലൈറ്റ് വേണോ, കുറച്ച് ലൈറ്റ് വേണോ, അങ്ങനെ ആ കാഠിന്യത്തെ കൺട്രോൾ ചെയ്യുന്നത് ഡയഫ്രമാണ്. ആ ഒരു പോയിന്റ് പഠിക്കുക. പിന്നെ അവിടെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ പറയുന്നത് 10 അല്ലെങ്കിൽ 45x ആണ് കേട്ടോ. 10 അല്ലെങ്കിൽ 45 ആണ് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാതെ. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ 10, 45 കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ, നിങ്ങൾ സയൻസ് ലാബിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ ഒരു നെക്സ്റ്റ് പേജിൽ വരുമ്പോൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് തന്നിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് അല്ല, എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റെയിനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം എന്താ പറയുക, ഒരു പ്ലാന്റിൻ്റെ ഒരു ഭാഗം എടുക്കുന്നു, അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയിനിൽ മുക്കുന്നു. കഴുകിയിട്ട് സ്റ്റെയിനിൽ മുക്കിയിട്ട് ആ സ്റ്റെയിനിലുള്ളത് നമ്മുടെ ആ സ്റ്റേജിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ ചെറിയ ഗ്ലാസ് ഉണ്ടാവില്ലേ, ആ ഗ്ലാസ് വെക്കുന്നു. അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ അവിടെ വായിച്ച് നോക്കിയാൽ പുട്ട് ദ മെറ്റീരിയൽ ടു ബി ഇൻ ദ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ, അല്ലേ, വെള്ളം കുറച്ച് നനയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ടേക്ക് ദ തിൻ ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റീരിയൽ ഒബ്സർവ്ഡ്. എന്നിട്ട് അത് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്, ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ ആ സാധനത്തിനെ എടുക്കുന്നു, എന്നിട്ട് സ്റ്റെയിനിൽ മുക്കുന്നു അടുത്തതിൽ. പിന്നെ ആഡ് 1-2 ഡ്രോപ്പ് ഓഫ്, അതിൻ്റെ മുകളിൽ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട് അടുത്തത്. പിന്നെ വാഷ് ദ സ്റ്റെയിൻ സെക്ഷൻ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡിൽ. എന്നിട്ട് അവിടെ അത് വാഷ് ചെയ്തിട്ട് ഗ്ലിസറിൻ്റെ അവിടെ വെക്കുന്നു. പിന്നെ അതിനെ ചെറിയ കവർ ചെയ്യുന്നു. അത് നിങ്ങൾ എന്താ പറയുക, ലാബിൽ നിങ്ങൾക്ക് മിസ് ഇത് പഠിപ്പിച്ച് തരും, എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തരും. അപ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ വരുമ്പോൾ, അപ്പോൾ ഇത് ഈ ലാബിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് വരുന്നത്. ഡിസ്കവറിങ് ദ സെൽ. ഇവിടെ മുതൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ഡിസ്കവറിങ് ദ സെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പഠിക്കേണ്ടത് റോബർട്ട് ഹുക്കാണ് എന്ത് ചെയ്തത്, ആദ്യത്തെ സയൻറ്റിസ്റ്റ് സെൽസിനെ കണ്ടുപിടിച്ച ആൾ, മൈക്രോസ്കോപ്പിൻ്റെ പ്രസൻസോട് കൂടിയിട്ട് സെൽസിനെ കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ഹുക്ക്. അപ്പോൾ ഹു ഡിസ്കവേർഡ് സെൽ, റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് സെല്ല്. ഇനി അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ മരമില്ലേ, മരത്തിൻ്റെ ചെറിയ ഭാഗത്തിന് കോർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം കോർക്കിൻ്റെ ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് അവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞു ബോക്സ് പോലത്തെ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ കൊണ്ടു. അപ്പോൾ അദ്ദേഹമാണ് ഇതിനെ പേരിട്ടത്, സെൽ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പേരിട്ടത് ആരാണ്, റോബർട്ട് ഹുക്കാണ്. അപ്പോൾ റോബർട്ട് ഹുക്ക് ഐഡൻറ്റിഫൈ സെൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ്, ഹു ഐഡൻറ്റിഫൈഡ് സെൽ എന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക്, അത് പഠിക്കണം. പിന്നെ
പിന്നെന്താണ്, അപ്പോൾ അതിനുശേഷം പിന്നെ കുറേ സയൻറ്റിസ്റ്റുകൾ വന്നു, പിന്നെ കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെല്ലിനെ കുറിച്ച് പഠിക്കുന്നതിന് സ്റ്റഡി ഓഫ് സെൽസിനെ പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് ബ്രാഞ്ചിനെ പറയുന്നതാണ് സെൽ ബയോളജി എന്ന് പറയുന്ന അവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഓഫ് സെൽ ഈസ് എൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് നൗ ഡേയ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്രാഞ്ചിനെയാണ് സെൽ ബയോളജി എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രാഞ്ച് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വണ്ണാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തത്, അതായത് സെല്ലിൻ്റെ നടുവിൽ ഒരു സാധനം ഉണ്ട്, ആ സാധനത്തിൻ്റെ പേരാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചാറ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ഹുക്ക് സെല്ല്, ബ്രൗൺ എന്താ കണ്ടുപിടിച്ചത്, ന്യൂക്ലിയസ്. അത് 1831 കൊല്ലം നോക്കുക, 1831. പിന്നെ അതിന് ശേഷം പിന്നെ വന്നത് MG സ്ലൈഡൻ ആണ്. സ്ലൈഡൻ എന്താ കണ്ടുപിടിച്ചത്, അതായത് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്, പ്ലാന്റിൻ്റെ ബോഡി ഫുൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണെന്ന് പറഞ്ഞത് സ്ലൈഡൻ 1838. അത് കഴിഞ്ഞാൽ ഷ്വാൻ ഉണ്ട്, അതായത് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്നത്, അത് 1839, ഒരു കൊല്ലം ഡിഫറൻസിൽ വരുന്നതാണ്. അയാൾ എന്താ കണ്ടുപിടിച്ചത്, എനിമൽസിൻ്റെ ബോഡി ഫുള്ള് സെല്ല് കൊണ്ടാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് ഷ്വാനാണ് കണ്ടുപിടിച്ചത്. പ്ലാന്റിൻ്റെത് സ്ലൈഡനും, ഷ്വാന് അനിമൽസിൻ്റെയും. പിന്നെ അത് കഴിഞ്ഞാൽ റുഡോൾഫ് വിർച്ചോ പറഞ്ഞത്, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സെൽസിൽ നിന്നായിരിക്കും പുതിയ സെൽസ് വരും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ സെൽസ് ഉണ്ടായിരിക്കും, ആ സെൽസിൽ തന്നെയാണ് പുതിയ സെൽസ്, അല്ലാതെ പുതിയത് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്നല്ല വരുന്നത്, അത് ഉള്ളതിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് പുതിയത് വരുന്നതെന്ന് കണ്ടുപിടിച്ച ആളാണ് റുഡോൾഫ് വിർച്ചോ, 1858 കൊല്ലം. അപ്പോൾ ഇതൊക്കെ മേജർ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഈ ഒരു പേജിലുള്ള സയൻറ്റിസ്റ്റുകളെ നിങ്ങൾ പഠിക്കണം. പിന്നെ അവിടെ സൈഡിൽ ഗാന്ധിജിനെ കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നത് എന്താണ്, മൈക്രോസ്കോപ്പ് വന്നതിന് ശേഷമാണ് കുറേ അസുഖങ്ങൾ കോസ് ചെയ്യുന്ന കുറേ പാത്തോജൻസിനെ കണ്ടുപിടിക്കാൻ പറ്റിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ അസുഖങ്ങൾ അങ്ങനെ കുറേ പാത്തോജൻസിനെ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾക്ക് കുറേ മെഡിസിനിൽ തന്നെ കുറേ അസുഖങ്ങൾ പുതിയത് കണ്ടുപിടിക്കാൻ പറ്റി, അവിടെ ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടായി, അങ്ങനത്തെ ഒരു ഇതാണ് ആ ഒരു ബോക്സിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് റോബർട്ട് ഹുക്ക് ആള് സെല്ല്, പിന്നെ റോബർട്ട് ബ്രൗണ് ന്യൂക്ലിയസ്, പിന്നെ സ്ലൈഡന് പ്ലാന്റ് ബോഡി ഈസ് മേഡപ്പ് ഓഫ് സെൽസ്, ഷ്വാൻ എന്താ കണ്ടുപിടിച്ച ആനിമൽ ബോഡി ഈസ് മേഡപ്പ് ഓഫ് സെൽസ്, പിന്നെ റുഡോൾഫ് വിർച്ചോ എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് ന്യൂ സെൽസ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു 5 പോയിൻ്റ് ഇവിടെ പഠിക്കാണ്ട്. പിന്നെ അതിന് മുമ്പ് മൈക്രോസ്കോപ്പിൻ്റെ മാർക്കിങ് പഠിക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്തതാണ് സെൽ തിയറി. ഇതും ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് സെൽ തിയറി? സെൽ തിയറി കണ്ടുപിടിച്ചത് നമ്മൾ നേരത്തെ 2 ആൾക്കാരുടെ പേര് പറഞ്ഞില്ലേ, സ്ലൈഡനും ഷ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ 2 പേരുമാണ് സെൽ തിയറി കണ്ടുപിടിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സെൽ തിയറിയിൽ വരുന്നത് എന്തൊക്കെ, ഫസ്റ്റ് വൺ, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മേഡപ്പ് ഓഫ് സെൽസ്. ഒരാൾ പ്ലാന്റും അനിമലും കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഇവർ 2 പേരും കൂടി ജോയിൻ ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ ഓർഗാനിസംസിൻ്റെയും ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ബേസിക് യൂണിറ്റ്, അതായത് ഏതൊരു ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലാണെന്നാണ് സ്ലൈഡനും ഷ്വാനും കണ്ടുപിടിച്ചത്. ഇത് പിന്നെ മാറ്റിയിട്ടൊക്കെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഇത് പഠിക്കാം സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സെൽ തിയറി? സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ സ്ലൈഡൻ ആൻഡ് ഷ്വാൻ. 2 പോയിന്റുകളാണുള്ളത്. ഒന്ന് വരുന്നത് എന്താണ്, ഓൾ ബോഡി ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെക്കൻഡ് വൺ, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. അപ്പോൾ ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പിന്നെ അടിയിൽ തന്നിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽ? സെല്ല് എന്തൊക്കെ ചെയ്യുന്നു? ആ 3 പോയിന്റുകളാണ്, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽസ്? അവിടെ വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽസ്? ഒന്നാമത്തെ കാര്യം, ദ റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾ. അതായത് സെല്ലെന്ന് പറയുന്നത് ഒരിക്കലും പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഉള്ളിലേക്ക് കടത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരു സെല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റും എന്തുണ്ട്, സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലേ, മെംബ്രെയിൻ ഉണ്ട്. എന്തിനാണ്? അത് പ്രൊട്ടക്ഷൻ വാളാണ്, ഒരാളും ഉള്ളിലേക്ക് കടത്തിവിടില്ല. അപ്പോൾ പുറത്തുനിന്ന് ഒരു ഫോറിൻ പാർട്ടിക്കിൾ വന്നാലും ഉള്ളിലേക്ക് കടത്തിവിടില്ല. അപ്പോൾ എന്താണ്, ഇറ്റ് വിൽ നോട്ട് അത് ഇവിടെ പറയുന്നത് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾ. പുറത്തുനിന്നൊരു സാധനത്തിനെ കടത്തി വിടില്ല. അപ്പോൾ ഫോറിൻ പാർട്ടിക്കിൾസിനെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. അതായത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ATP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനർജി പാക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എനർജി ഫ്രം ന്യൂട്രിയൻസ്. ഇപ്പോൾ ഭക്ഷണത്തിനെ വേറെ രീതിയിൽ അത് എനർജി ഒക്കെ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എനർജീനെ റിലീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, അപ്പോൾ ഫോറിൻ പാർട്ടിക്കിൾസിനെ കടത്തി വിടില്ല, എനർജീനെ റിലീസ് ചെയ്യുന്നു. പിന്നെ സിന്തസൈസ് ബയോമോളിക്യൂൾസ്. പിന്നെ വേറെ കുറേ ബയോമോളിക്യൂൾസ്, പ്രോട്ടീൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബയോമോളിക്യൂൾസിനെ ഉണ്ടാക്കുന്നുണ്ട്. 3 പോയിന്റ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൽസ് എന്ന് നോക്കിയപ്പോൾ, റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, ദേ മേക്ക് അല്ലെങ്കിൽ ഓർ സിന്തസൈസ്
ബയോമോളിക്യൂൾസ്, മൂന്നാമത്തെ ദ റിലീസ് എനർജി. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ദ സ്ട്രക്ചർ ഓഫ് സെൽ ഈസ് വെരി കോംപ്ലക്സ്. അതെ, സെല്ലെന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ പറയുക, അതിൽ കുറേ കാര്യങ്ങൾ അവിടെ ഫങ്ഷൻസ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ചില സ്പെസിഫിക് പാർട്ടുകളുണ്ട്, ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചില പാർട്ടുകൾ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അടിയിൽ പിക്ചർ നമുക്ക് ചോദിക്കാം. എന്താണ് പറയുക, പിക്ചർ ചോദിച്ചിട്ട് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഏതാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഭാഗം, ആ വയലറ്റ് കളർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ്. സെൽ മെംബ്രെയിൻ നമുക്കറിയാമല്ലോ, പുറത്തൊക്കെ ലെയറായിരിക്കും. പിന്നെ റൈബോസോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞ് മണി പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതിനാണ് നമ്മൾ റൈബോസോംസ് എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴേ എന്താ പറയുന്നത്, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഒരു കോയിൽ പോലെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ടായിരിക്കും, ഒരു വഴി പോലത്തെ ഇങ്ങനെ ഒരു സാധനം. അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ന്യൂക്ലിയസിൻ്റെ ചുറ്റുമായിരിക്കും അത് കാണാൻ പറ്റുക. അതിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് ഇടുക. പിന്നെ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ എന്താ പറയുക, വലിയൊരു പോർഷനാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പിന്നെ ക്ലോറോപ്ലാസ്റ്റ്, പച്ച കളർ കാണുന്നത് ക്ലോറോപ്ലാസ്റ്റ്. പിന്നെ സെൽ വാൾ അറിയാം, ഏറ്റവും പുറം ഭാഗം സെൽ വാൾ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ, മൈറ്റോകോൺട്രിയ നമ്മളെന്താ പറയുക, സോസേജ് ഷേപ്പ് എന്നോ അങ്ങനെ എന്തോ ഷേപ്പ് പറയും, ഷേപ്പ്. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ കുറേ വളവ് തിരിവുകളുള്ള ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. വാക്യൂൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസ്. പക്ഷേ വാക്യൂളും സെൽ വാളും ആരിൽ മാത്രമേ കാണുള്ളൂ, പ്ലാന്റ് സെൽസിൽ. ക്ലോറോപ്ലാസ്റ്റൊക്കെ പ്ലാന്റ് സെൽസിൽ മാത്രമേ കാണുള്ളൂ. ആനിമൽ സെൽസ് ആണെന്നാലും അതിൽ മാർക്ക് ചെയ്യരുത് കേട്ടോ. പിന്നെ ഗോൾഗി കോംപ്ലക്സ് അവിടെ കണ്ടില്ലേ, ആ നീല കളറിൽ കാണിച്ചിട്ടുള്ള എന്താ പറയുന്നത്, എടുത്തെടുത്തുള്ള ഇങ്ങനെ ഈ ഒരു പോർഷന് ഗോൾഗി കോംപ്ലക്സ്. അപ്പം ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ് വരുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എന്താണ് ന്യൂക്ലിയസ് പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസ് സെൻട്രൽ പോർഷനാണെന്ന് പഠിച്ചിട്ടുണ്ട്, സൈറ്റോപ്ലാസം പഠിച്ചിട്ടുണ്ട്, സെൽ മെംബ്രെയിൻ അറിയാം, സെല്ലുകളൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ അതിലെന്തൊക്കെയുണ്ട്, നമ്മളിപ്പോൾ കുറേ പേരുകൾ വായിച്ചു. എന്തൊക്കെ വായിച്ചു? ക്ലോറോപ്ലാസ്റ്റ് അവിടെ പറഞ്ഞിട്ടില്ല, ക്ലോറോപ്ലാസ്റ്റ് എഴുതാം. പിന്നെ റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, വാക്യൂൾ. അതായത് ഈ ഇവർ പറഞ്ഞിട്ടുള്ളതിൽ ഇല്ലാത്തത് നിങ്ങൾ മുകളിൽ നോക്കിയിട്ട് അവിടെ പോയിൻ്റ് ആക്കി എഴുതാൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സിൽ വന്നിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽ മെംബ്രെയിന് മുതൽ ന്യൂക്ലിയസ് വരെ, അതായത് അതിൻ്റെ ഇടയിലുള്ള ഭാഗത്തിന് ഫ്ലൂയിഡ് സ്ട്രക്ചറാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പക്ഷേ എന്താ, ഈ സെൽ മെംബ്രെയിന് മുതൽ ഉള്ളിലേക്ക് ന്യൂക്ലിയസ് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് പ്രോട്ടോപ്ലാസം. സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ജോയിൻ ചെയ്തിട്ട് പ്രോട്ടോപ്ലാസം. ന്യൂക്ലിയസ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടോപ്ലാസം. പക്ഷേ ന്യൂക്ലിയസ് ഇല്ല എങ്കിൽ അത് സൈറ്റോപ്ലാസം. പിക്ചറൊന്ന് മൈൻഡിൽ ആലോചിക്കുക. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു സെല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിന് ഫുള്ള് പറയുന്നത് പ്രോട്ടോപ്ലാസം. ന്യൂക്ലിയസ് കൂട്ടാണ്ട് നമ്മൾ പറയുമ്പോൾ അതിനെന്ത് പറയുന്നു, സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇനി നമുക്ക് ഓരോ പാർട്ടിൻ്റെയും ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ല, മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞൊരു സോസേജ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല. ഫസ്റ്റ് ആണ് മൈറ്റോകോൺട്രിയ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ. അപ്പോൾ ഏതാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്? പവർ ഹൗസ് എന്ന് പറയും, അതാണ് മൈറ്റോകോൺട്രിയ. എന്നാൽ പവർ ഹൗസ് എന്ന് വെച്ചാൽ, അതായത് അവിടെയാണ് എനർജി കൂടുതൽ ഉണ്ടാക്കുന്നത്. ATP എന്ന് പറയുന്ന എനർജി ഉണ്ട്, അപ്പോൾ അതിനെ കൂടുതൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് വിച്ച് ഇസ് എ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. നമ്മൾ പറയില്ലേ, എനർജി പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊഡ്യൂസും ചെയ്യുന്നത് അവിടെയാണ്. എനർജി കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നു. abundantly seen in the cells of liver, brain and muscle. അപ്പോൾ ഇത് കൂടുതൽ കാണുന്നത് ലിവർ, ബ്രെയിൻ, മസിൽസ്. വേർ എനർജി ഈസ് റിക്വയർമെൻറ്റ്, അതായത് എനർജി എവിടെയാണോ കൂടുതൽ വേണ്ടത് അവിടെയായിരിക്കും നമ്മുടെ മൈറ്റോകോൺട്രിയ കാണുന്നത്. ഇപ്പോൾ ബ്രെയിൻ അല്ലെങ്കിൽ മസിൽസിലൊക്കെ ഭയങ്കര എനർജി വേണ്ടത്, നമ്മളിപ്പോൾ നടക്കുവാണെങ്കിലും ഓടുവാണെങ്കിലൊക്കെ എനർജി വേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉണ്ടായിരിക്കും മൈറ്റോകോൺട്രിയ ഉണ്ടായിരിക്കും. മൈറ്റോകോൺട്രിയ ഫസ്റ്റ് പോയിന്റ് എന്താ, പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. സെക്കൻഡ് പോയിന്റ് എനർജീനെ സ്റ്റോർ ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് കൂടുതൽ എവിടെ കാണുന്നു ഇത് ലിവർ, ബ്രെയിന്, പിന്നെ എവിടെയാണ് മസിൽസ് മാർക്കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ER, അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക്കിനെ പറയുന്നത് ദ പാസേജ് ഇൻ ദ സെൽസ്, അതായത് സെല്ലിൻ്റെ ഉള്ളിലൊരു വഴിയാണെന്നാണ് പറയുന്നത്, പാസേജാണ്. അതായത് ഒരു സാധനം ഇപ്പുറത്തുനിന്ന് അപ്പുറത്തൊക്കെ കൊടുക്കാൻ അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പാസേജാണ് എന്തിട്ട് പറയുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദ ഓർഗനൽ, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പറയില്ലേ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കണ്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആരുള്ളത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ളത്.
ഓക്കെ. അപ്പോൾ ഓൾസോ നോൺ ആസ് സൈറ്റ്, ഇതിന് പറയുന്ന വേറൊരു പേരാണ് എന്തിട്ട്, സൈറ്റോസ്കെലിട്ടൻ എന്ന് വിളിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ് എന്നിട്ട് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു സെൽസിനൊരു ഫേംനെസ്, ഒരു ഷേപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫേംനെസ്, ഒരു കാഠിന്യം കൊടുക്കുന്നു എന്നൊക്കെ പറയില്ലേ, അത് പറയാം. അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്, പാസേജ് ഓഫ് ദ സെല്ലാണ്. ഓരോ സാധനം അപ്പുറത്തേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്തിട്ടുള്ളത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ളത്. പിന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സൈറ്റോസ്കെലിട്ടൻ എന്ന് വിളിക്കുന്നു. അത് ഒരു ഷേപ്പ് ഓഫ് ദ സെൽസിന് ഒരു ഷേപ്പ് പ്രൊഡ്യൂസ് കൊടുക്കുന്നത് ആരാണ്, അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി അത് കഴിഞ്ഞാൽ റൈബോസോംസ് ചെറിയ മണി പോലത്തെ സാധനങ്ങളാണ്. ഇത് സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എവിടെയാണ്, റൈബോസോംസിലാണ് എന്തുണ്ടാക്കുന്നത്, പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. തെറ്റരുതെല്ലാം കൂടിയിട്ട് റൈബോസോംസിലാണ് എന്തുണ്ടാക്കുന്നത്, പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. സീ നൈദർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ ഫ്രീ ഇൻ സൈറ്റോപ്ലാസം. നമ്മൾ ആ പിക്ചർ നോക്കിയാൽ അറിയാം, ആ എന്താ പറയുക, ഉണ്ടല്ലോ, ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുമ്മേ കുറേ ഇങ്ങനെ മണി പോലത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ വെറുതെ സൈറ്റോപ്ലാസിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് റൈബോസോംസ്. പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ റൈബോസോംസിൽ. പിന്നെ അത് കഴിഞ്ഞാൽ വാക്യൂൾ നമ്മൾ പ്ലാന്റ്സിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഇതാണ് വാക്യൂൾ, അല്ലെ, ഫ്രീ സ്പേസ് ആണത്. കവേർഡ് ബൈ കാരട്രിക്സ് മെമ്പറൈൻ കോൾ. ഇനി വാക്യൂളിന് ചുറ്റുമുള്ള ഒരു മെമ്പറൈൻ, വാക്യൂളിന് മാത്രമായിട്ടൊരു ചുറ്റു പ്രൊട്ടക്ഷൻ കവറിങ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. വാക്യൂൾ എന്തിനാണ്, വാക്യൂൾ വെറുതെയാണ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽ, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ വാട്ടർ, സോൾട്ട്, എക്സ്ക്രീറ്റൻസ്, വേസ്റ്റ് മെറ്റീരിയലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്യൂൾ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഗോൾഗി കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്, കളക്ട് ദ സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈം, ഹോർമോൺസ്, മ്യൂക്കസ് എക്സെട്ര ഇൻ ദ സ്മോൾ വെസിക്കിൾ. അതായത് ഇപ്പോൾ സെല്ല് വല്ല ഹോർമോണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അങ്ങനത്തെ ഈ ഹോർമോൺസിനെയോ മ്യൂക്കസിനെയൊക്കെ കളക്ട് ചെയ്യുകയാണ് എവിടെ ചെയ്യുന്നത്, ഗോൾഗി കോംപ്ലക്സ് ചെയ്യുന്നത്. സ്മോൾ വെസിക്കിൾസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ പറയുന്നത് വെസിക്കിൾസ് എന്ന് പറയുന്നത്. സീനിയർ പ്ലെൻറ്റി ഗ്ലാൻഡുലർ, മിക്ക ഗ്ലാൻഡുകളിലും എൻഡോക്രൈൻ ഗ്ലാൻഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്ലാൻഡുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ അതിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഗോൾഗി കോംപ്ലക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻസൈംസിന്. അപ്പോൾ ഇത് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ, മറക്കണ്ട. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പാസേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളെ വിടാൻ. റൈബോസോംസ് പ്രോട്ടീൻ സിന്തസിസ്. വാക്യൂൾ എന്ന് വെച്ചാൽ വാക്യൂൾ എന്താണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വെള്ളം, അതുപോലെ തന്നെ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗോൾഗി കോംപ്ലക്സ് എന്തിനാണ്, അത് ഹോർമോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ പറയുന്നത്. പിന്നെ അവിടെയുള്ള പോയിന്റുകൾ പഠിക്കാം കേട്ടോ. ഈ കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൻ ബിലോ വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗനൽസ്. ഇത് നിങ്ങൾ എന്താ എഴുതാമെന്ന് പറയുന്നുണ്ട്, വാക്യൂളിൻ്റെ എന്തൊക്കെയാണ്, വാക്യൂളിൻ്റെ 2 പോയിന്റ് എന്താ എഴുതുക, അതുപോലെ തന്നെ ഓരോ നിങ്ങൾ എഴുതുക. പവർ ഹൗസ് ഏതായിരിക്കും, അതിൻ്റെ മുകളിൽ മൈറ്റോകോൺട്രിയനായിരിക്കും. ഇത് നിങ്ങൾ മുകളിൽ നിന്ന് വായിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്ത് എഴുതാം, പഠിച്ചിട്ട് എഴുതാം കേട്ടോ. ഇനി അടുത്തത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അത് നമ്മൾ പാർട്ട് 2 വരാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു, ഒന്ന് മൈക്രോസ്കോപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചൊരു ഭാഗം ഡിസ്കവറിങ് ദ സെല്ലിൻ്റെ അവിടെ അല്ലേ, അല്ല അതിന് മുന്നേ പഠിച്ചു അല്ലേ, ലൈറ്റിംഗ് ഓഫ് മൈക്രോസ്കോപ്പ് പഠിച്ചു, മാഗ്നിഫിക്കേഷൻ പവറിൻ്റെ പഠിക്കുക. പിന്നെ റോബർട്ട് ഹുക്ക്, റോബർട്ട് ബ്രൗൺ, അങ്ങനത്തെ കുറച്ച് സയൻറ്റിസ്റ്റുകളെ പഠിക്കുക. പിന്നെ സെൽ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, ഫങ്ഷൻസ് ഓഫ് സെൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യാൻ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെയും പഠിക്കാം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസിൻ്റെ ഒക്കെ ഫങ്ഷൻസ് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പാർട്ട് 2 പഠിക്കാം. ഓക്കെ, ബൈ.